അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന അതേ രീതിയിൽ തന്നെയാണോ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ് കൂടുതൽ പേരും എന്നുള്ള ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കില്ലെങ്കിലും മറ്റുള്ളവർക്ക് എല്ലാം ഉണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വീഴ്ച സംഭവിച്ചാലും മറ്റുള്ളവർക്ക് ഒരു വീഴ്ച സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അകമഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു പേഴ്സൺസ് ആയിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സണെ മനസ്സിൽ വളരെയധികമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര ലോയലാണ്, ഇന്നസെൻ്റ് ആണ്, മറ്റുള്ളവരുടെ വീഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ സന്തോഷിക്കുന്ന വ്യക്തിത്വങ്ങളല്ല എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ വ്യക്തിക്ക് നല്ലതുപോലെ നിങ്ങളെക്കുറിച്ചിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെൻറ്റിന് ഈ ഒരു പേഴ്സൺ ഒരു എന്താണ്, നിങ്ങൾ ഭയങ്കര ലോയൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് ഈ ഒരു പേഴ്സൺ ഭയങ്കര താല്പര്യം തന്നെയാണ്. കാരണം അവർക്കറിയാം ഒരു രീതിയിലും അവരെ നിങ്ങൾ ചീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആ ഒരു വിശ്വാസം ഒക്കെ തന്നെ നിങ്ങളോട് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് പേരുടെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ കുറച്ച് പേരുടെയെങ്കിലും. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ചൈൽഡിഷ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പേഴ്സണേക്കാളും നിങ്ങൾ അത്ര ഭയങ്കരമായിട്ട് ചൈൽഡിഷ് എന്ന് പറയുന്നില്ല, പക്ഷേ ഈ ഒരു പേഴ്സണായിട്ട് നിങ്ങൾ കുറച്ചുകൂടി ചൈൽഡിഷ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കുറച്ചുകൂടി ചൈൽഡിഷ് ആയിട്ട് ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടോ അതുപോലെ തന്നെ കുറച്ച് തുള്ളിച്ചാടിയൊക്കെ നടക്കുന്ന, കമ്പാരിറ്റീവ്ലി അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ തുള്ളിച്ചാടിയൊക്കെ നടക്കുന്ന ഒരു അത്തരം ഒരു നേച്ചറായിരിക്കാം നിങ്ങൾക്കുള്ളത്. പക്ഷേ എങ്കിലും നിങ്ങൾ ലൈഫിൽ എടുക്കുന്ന പല ഡിസിഷൻസും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. നിങ്ങൾ ലൈഫിൽ എത്രത്തോളം ചൈൽഡിഷ് ആയിട്ടൊക്കെ ഈ ഒരു പേഴ്സണോട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിലും മിക്ക ഒരു ഭയങ്കരമായിട്ടുള്ള ടഫ് സിറ്റുവേഷനിലും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പാകത്തിനുള്ള ഒരു ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് നിങ്ങളിൽ ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണെങ്കിലും നിങ്ങൾക്കായിരുന്നു കൂടുതലും ഒരു സ്പിരിച്വലി നിങ്ങൾ കുറേ കൂടി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ അങ്ങനെയാണ്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ തുടക്കത്തിലൊക്കെ തന്നെ ഈ ഒരു വ്യക്തിക്ക് കഴിവതും ഈശ്വര വിശ്വാസമൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തൊരു വ്യക്തി ആയിരുന്നിരിക്കാം. പക്ഷെ നിങ്ങളോടൊപ്പം കൂടിയതിന് ശേഷം ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ തന്നെ കുറേ കൂടി വിശ്വാസമുള്ള ഒരാളായിട്ട് ഈ ഒരു പേഴ്സൺ വന്നതും നിങ്ങളോട് കൂടി തന്നെയാണ്, നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നതിന് ശേഷമാണെന്നൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര തുള്ളിച്ചാടി നടക്കുന്ന ഒരു അത്തരം ഒരു, അതായത് കമ്പാരിറ്റീവ്ലി ഈ ഒരു പേഴ്സണെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ടോക്കറ്റീവ് ആയിരിക്കാം. കുറച്ചുകൂടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇനി ചെറുപ്പറ ചെറുപ്പറ എല്ലാ കാര്യങ്ങളും അവരോട് ഷെയർ ചെയ്ത്, പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു ടഫായിട്ടുള്ള ഒരു മനസ്സിനൊരു വിഷമം വരുന്ന സമയത്ത് നിങ്ങൾ കുറേയൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ആവാറില്ല പലപ്പോഴും. അത് നിങ്ങൾ കംപ്ലീറ്റ്ലി ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് തന്നെ സഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യമായിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടും നിങ്ങളുടെ സ്നേഹം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കിട്ടിയതിൽ അവർ ഭയങ്കര ലക്കിയാണെന്ന് അവർ കരുതുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും. ഇങ്ങനെ കുറച്ച് പേരുടെയെങ്കിലും നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ചൈൽഡിഷ്നെസ് ഒക്കെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എല്ലാ കാര്യത്തിലും ആ ഒരു പേഴ്സണെ കെയർ ചെയ്യുന്നൊരു പേഴ്സണാലിറ്റി ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ചിലപ്പോൾ നിങ്ങൾ ഭയങ്കര ചൈൽഡിഷ് ആണെന്ന് പറയുന്നില്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലൈഫിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുന്നതും ഒക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടും വളരെ ശ്രദ്ധയോടു കൂടി തന്നെയാണ്. പക്ഷേ ഈ ഒരു പേഴ്സണിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ച് ചൈൽഡിഷ് ആയിട്ട് നിങ്ങൾ അറിയാണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ആയി പോകുന്നുണ്ട്. അതൊരു പക്ഷേ എത്രത്തോളം ഒരു പ്രൈവസി ഈ ഒരു പേഴ്സണിൽ ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ നിൽക്കാനുള്ള ഒരു പ്രൈവസി ഒരു വ്യക്തി തരുന്നതുകൊണ്ടായിരിക്കാം. സോ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടും ഒക്കെ തന്നെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അത് അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ബോറായിട്ടും ഒന്നും തന്നെ തോന്നിയിട്ടില്ല. പക്ഷെ ചില സിറ്റുവേഷൻസിൽ ചില കാര്യങ്ങൾ നിങ്ങളെ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അറിവും ആ ഒരു മേഖലയിൽ ഇല്ല എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെ ചില കാര്യത്തിൽ A to Z ആ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരേണ്ടതായിട്ടുള്ളൊരു ആവശ്യകതയുണ്ട്.
ആ ഒരു കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഒരു രീതിയിലുള്ള നോളജ് ഇല്ല എന്നുള്ളൊരു ധാരണ ഈ ഒരു പേഴ്സൺ ഉണ്ട്. അത് ചിലപ്പോൾ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. എന്നാലും നിങ്ങളിങ്ങനെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു ധാരണയും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇല്ലേ എന്ന് പോലും ചോദിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരു ചിന്തയും ഈ ഒരു പേഴ്സൺ ഉള്ളതായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ആ ഒരു കാര്യം ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ട് നിങ്ങളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ക്വാളിറ്റി ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സണ് പല സിറ്റുവേഷൻസിലും അവർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിൽ ഇപ്പോൾ ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലാതെയുള്ളൊരു അഡ്വൈസ് ആയിക്കോട്ടെ ഒക്കെ തന്നെ അവരിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ആ ഒരു സൊല്യൂഷൻ ആ ഒരു പ്രശ്നത്തിനുള്ളൊരു പരിഹാരം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കാര്യം പോലും കെയർ ചെയ്യാതെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേച്ചറാണ് നിങ്ങൾ. സോ ആ ഒരു കാര്യമാണ് ഈ ഒരു പേഴ്സണ് കുറെ കൂടി നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ കുറെ കൂടി ഇഷ്ടപ്പെടാനുള്ള ഒരു റീസണായിട്ട് ഇവിടെ മനസ്സിലാവുന്നത്. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ളത് റെഡ് കളറാണ്. ലെറ്റർ ഇ കിട്ടിയിട്ടുണ്ട്, നമ്പർ 2 കിട്ടിയിട്ടുണ്ട്, ലെറ്റർ ആർ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നുള്ളൊരു ഡേ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ എഫ് ആണ്. ലെറ്റർ എഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്പർ 6 കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്തതായി ഇവിടെ കിട്ടിയിട്ടുള്ള മറ്റൊരു ക്ലൂ മെയ് മന്ത് ആണ്. മെയ് മന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചൈൽഡിഷ് എന്നുള്ളൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള നേച്ചർ ഉള്ളവരായിരിക്കാം. നമ്പർ 1 കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമ്പർ 4ഉം ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്രാവലിംഗ് എന്നുള്ളതാണ്. ട്രാവലിംഗ് കുറേയധികം ഇഷ്ടമുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഏതെങ്കിലും യാത്രകൾക്കൊക്കെ പോകാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 3 കിട്ടിയിട്ടുണ്ട്, ഗ്രീൻ കളർ കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഹെയർ എന്നുള്ളൊരു ക്ലൂ ആണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഷോർട്ട് ഹെയർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ ബി കിട്ടിയിട്ടുണ്ട്. 38 എന്നുള്ളൊരു നമ്പറാണ് കിട്ടിയിട്ടുള്ളത്. മേ ബി ഏജ് ആയിരിക്കാം. ഡിസംബർ മന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്പർ 17 ആണ്. ലാസ്റ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ള ഒരു ക്ലൂ എന്ന് പറയുന്നത് ലെറ്റർ എച്ച് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്.